ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴയ്ക്ക അടയാണ്. വാഴയ്ക്കപ്പഴം കൊണ്ടുണ്ടാക്കുന്ന അടയാണ്. വാഴയ്ക്കപ്പഴം ഞാൻ എടുത്തിരിക്കുന്നത് പാളയംകോടൻ പഴമാണ്. അതൊരു 10 എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, ശർക്കര ചീകിയത്, നല്ല ജീരകം, ഏലക്ക, പഞ്ചസാര, ആ പൊടിയാണ്. അത് നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒത്തിരി സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏലക്കയുടെ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ആവാം. 10 കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ എടുത്തിരിക്കുന്നത് പാളയംകോടൻ പഴമാണ്. പിന്നെ ചെറുപഴം, വേറെ പൂവൻ പഴം കൊണ്ടുണ്ടാക്കാം, ഏത്തയ്ക്ക കൊണ്ടുണ്ടാക്കാം, എല്ലാ പഴം കൊണ്ടും, റോബസ്റ്റ പഴം എല്ലാം കൊണ്ടും ഉണ്ടാക്കാം. ഇത് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമുക്കിനി മിക്സിയുടെ ഇതിലേക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഈ പഴം. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് കുഴച്ചാലും മതി. അതാകുമ്പോൾ പഴം ചിലർക്ക് കടിക്കുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇങ്ങനെ അടിച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് അതിൻ്റെ ആ കടിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും തന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. 4 മണി പലഹാരമായിട്ട് പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാം. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമേ പഴം നമുക്ക് അരച്ചെടുക്കാം. ആ അരച്ച ജാറിലോട്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജാറല്ല കേട്ടോ, നമ്മൾ അതിൻ്റെ മീഡിയം സൈസ് ജാറിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടില്ലേ, ഏകദേശം ഇതേ ഒരു പാകത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ കട്ട കൂടാതെ നമുക്ക് അടിച്ച് യോജിപ്പിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിലേക്ക് ഇടുന്നില്ല, ഇങ്ങനെ ഇതിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിത് അരിപ്പൊടി ഇതിനകത്തേക്ക് ഇടാം. അരിപ്പൊടി ഇടണം, ശർക്കര ചീകിയിടണം. ഇത്രയും ഇതിലേക്ക് ഞാനൊരു 200 ഗ്രാം ശർക്കരയാണ് ചീകി വെച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചസാരയും ജീരകവും ഏലക്കയും കൂടി പൊടിച്ച പൊടി, അതൊരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അന്നത്തേക്ക് ഞാനിതിന് അരിപ്പൊടി ഇടുന്ന ഒരു 4 തവിയോളം ഇടാം. ഇത്രയും പോകുന്ന ഇതിലാണ് ഇടുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഏലക്ക, ജീരകം പൊടിച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ശർക്കര ഞാൻ 200 ഗ്രാമാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതൊരു 3/4 ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ഒരു പരിവാണ് വരെ നമ്മളിതിനകത്ത് വാഴപ്പഴം, അരിപ്പൊടി, ശർക്കര ചീകിയത്, ഏലക്ക, ജീരകം പൊടിച്ചത്, ഇത്രയാണ് ഇതിനകത്ത് ചേരുവകൾ. മധുരം നോക്കിയപ്പോൾ ആദ്യം ഇട്ടത് മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ബാക്കി പൊടി ചേർത്തിട്ടില്ല. എന്നിട്ട് ഞാൻ കുഴച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇലയിലേക്ക് ഓരോന്നായിട്ട് നമുക്കിത് ഇലയിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. നമുക്ക് ഏത് ഷേപ്പ് തന്നെ കേട്ടോ, ത്രികോണം പോലെ ആക്കിയിട്ട് എടുക്കാം, ചതുരം പോലെ മടക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ മടക്കാം. ഇതിലേക്ക് നമുക്ക് കുഴച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതാണ്ടോ, ഇതുപോലെ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് ആവി കയറ്റിയെടുക്കാം. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിനകത്ത് കുറച്ച് നമുക്ക് ഏത് തരം വാഴപ്പഴമായാലും കുഴപ്പമില്ല. അതും കുറച്ച് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ജീരകം, ഏലക്കാപ്പൊടി അത് നമ്മൾ ചേർക്കണു. പിന്നെ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്തുണ്ടാക്കാം. അരിപ്പൊടിയാണ് കുറച്ചുകൂടി ടേസ്റ്റി. അല്ലെങ്കിൽ റവ വെച്ചുണ്ടാക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഞാനത് നമുക്ക് ഓരോന്നായി ഇഡ്ഡലി പാത്രത്തിലേക്ക് പറക്കി വയ്ക്കാം. ഈ ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. നമുക്കിങ്ങനെ എല്ലാം തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ആവി വരുന്നവരെ അടച്ചു വെച്ച് നന്നായി ആവി വന്നതിന് ശേഷം സിമ്മിലാക്കി കൊടുക്കാം. സിമ്മിൽ ഒരു 10 മിനിറ്റ്. അപ്പോഴത്തേക്കും എല്ലാം വെന്തിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് ഒന്ന് ആവി പോകാൻ വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെന്തോ നോക്കാം.
നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്, ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കത് ബർണർ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആ വലിയ ആവിയൊന്ന് മാറട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഒന്ന് പൊള്ളിപ്പോവും. ഇതാ നമ്മുടെ വാഴയ്ക്ക പഴം അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും അധികം ഇൻഗ്രീഡിയൻസും വേണ്ടാത്ത നല്ല പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന മധുരമായ നല്ലൊരു പലഹാരമാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അത് കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.